ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ വ്ളോഗാണ്. അപ്പോൾ സ്പെഷ്യൽ ഡേ വ്ളോഗിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ വേഗം റെഡിയായിട്ട് വരാം. റെഡിയായിട്ട് എനിക്ക് ത്രെഡ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ മാലയുടെ കൊളുത്ത് പൊട്ടിപ്പോയി, അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കണം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഇന്ന് ആരുടെയും ഭൂമിയുടെയും താലപ്പൊലിയാണ്, അത് റെഡിയാക്കി കൊടുക്കണം. അപ്പം ഞാൻ പോയി ആദ്യം ഫസ്റ്റ് റെഡിയായിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ആരുടെയും ഭൂമിയുടെയും താലപ്പൊലിയാണ്. അപ്പോൾ രണ്ടുപേരെയും റെഡിയാക്കണം. എല്ലാം ഒരു ഹറി ബറി സെറ്റപ്പിലാണ് ഇന്നത്തെ വീഡിയോ പോകാൻ പോകുന്നത്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ കൂടി എനിക്ക് പറയാനുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. പ്രൊഫഷണൽ പോയിട്ട് മേക്കപ്പിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. യൂഷ്വലി ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. സോ ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും. ഇതൊരു ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി. എല്ലാരും കണ്ടുപിടിച്ചോളൂ, ഇതാണ് പുതിയ ടിപ്പ്. ആദ്യം മോയ്സ്ചറൈസ് ചെയ്ത് അതിന്റെ പുറത്ത് പ്രൈമർ ഇട്ട് കൺസീൽ ചെയ്ത് കൺസീലറിന്റെ പുറത്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിന്റെ പുറത്ത് ടാൽക്കം പൗഡർ കോമ്പാക്ട് ഇട്ടിട്ട് കോമ്പാക്റ്റിന്റെ പുറത്ത് ടാൽക്കം പൗഡർ. പുതിയ ടെക്നിക്കാണ്, കോപ്പി ചെയ്തത്. അങ്ങനെ ഐശ്വര്യമായിട്ട് ഞാൻ ആരുൻ്റെ മുഖത്ത് താജ്മഹൽ പണിയാനായിട്ട് പോവാണ്. സോ പണ്ടും ഇതുപോലെ എനിക്കൊരു ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ എനിക്കറിയാത്ത പല കാര്യങ്ങളും ധൈര്യമായിട്ടിരിക്കുന്ന ഒരു ആളാണ് കേട്ടോ ആരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ പണ്ടത്തെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, തീരെ ഡ്രൈവിംഗ് അറിയാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഞാനും ആരും മാത്രമേ വണ്ടിയിലുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട്. പക്ഷേ ആൾ ഫ്രണ്ട് സീറ്റിൽ കൂളായിട്ടിരുന്നിട്ട് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അതും ഇതിൻ്റെ പകുതിയുള്ള സമയത്ത്. അതേ ധൈര്യമാണ് ഞാൻ ഇപ്പം മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിരിക്കും ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. വിത്തുമുണ്ട് കൊള്ളാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ദേവിക. പറഞ്ഞതുപോലെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. പിന്നെ ചേച്ചിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന്, അല്ലെങ്കിൽ ചേച്ചി തന്നെയാണ് മേക്കപ്പ് ചെയ്ത് വിടേണ്ടിയിരുന്നത്. പിന്നെ ഓർമ്മിക്കാതെ പാട്ടിട്ടത് കൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വരുന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ആ ഒരു പോർഷൻസ് മാത്രം ഞാൻ നോട്ട് ചെയ്യാണ്. ദേവിക ആക്ച്വലി അത് വെറ്റ് ചെയ്യണം, മനസ്സിലായോ? എണീറ്റ് നിന്നൊക്കെ മേക്കപ്പ് ചെയ്യണം. കുട്ടി അടിച്ച് തള്ളുകയാണ് ഗേസ്, കുട്ടി അടിച്ച് തള്ളുകയാണ്. ഫൗണ്ടേഷൻ ഇട്ടപ്പോഴത്തേക്കും അടിയിലിട്ടിരുന്ന കൺസീലറിനെയൊക്കെ ദേവിക തേച്ചൊരച്ച് കളഞ്ഞു. വൈപ്പ് ചെയ്യാൻ പാടില്ല, ഡാബ് ചെയ്യാനേ പാടുള്ളൂ. അതിന് വിളിക്കണം. ഇന്ന് വെളുപ്പിച്ച് റെഡിയായി. ആഷി മേക്കപ്പ് എങ്ങനെ ചെയ്യാം, അതെന്ത് സാധനമാണെന്ന് നമുക്ക് ഫൈനലായിട്ട് ദേവിക അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഏറ്റെടുത്തു. ആഷി മേക്കപ്പ് എന്താണെന്ന് പറഞ്ഞത്. അതിടണ്ട, അത് ഗ്ലിറ്റർ ആണ്. ഇത് ഗ്ലിറ്റർ ആണ്. ഗ്ലിറ്റർ അല്ലാത്തത് ഗ്ലിറ്റർ സെന്ററിൽ മാത്രമേ ഇടാവുള്ളൂ. യൂഷ്വലി ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്തു തരാറാണ് പതിവ്. ഇപ്പം അവള് മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു കൊടുക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ ടാലന്റ്? മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യും. അതാണ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഐബ്രോസിനെ പൊക്കി പിടിക്കുക. അങ്ങനെയല്ലെന്ന്. ലെഫ്റ്റ് ഹാൻഡ് അതാണോ? ഇങ്ങനെയൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. മതി. എന്തൊക്കെയോ ലോക്കൽ ബ്രാൻഡാണെന്ന് തോന്നുന്നു. ആരും നീ തീർന്നു. എന്തുറപ്പ്? അത്ര കൂടെ ബ്രാൻഡൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം.
നീ തന്നെ പറയുന്നു നീ മേടിച്ചു വെച്ചിട്ട് നീ നിന്റെ പുറത്ത് പോലും ട്രൈ ചെയ്തില്ല. വാവ്, കളർഫുൾ ആയിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോഴേ ഞെട്ടി. നോക്കട്ടെ. കണ്ണടച്ച് പുരുക എഴുതിപ്പിക്കുന്നു. ലിക്വിഡ് ലൈനർ വേണോ? ഹിതാ ബ്യൂട്ടി ലോക്കൽ മാത്രം ഉപയോഗിക്കും. നമുക്ക് സ്റ്റുഡിയോയുടെ ലിക്വിഡ് ലൈനർ. അടുത്ത ഏറെ നീയാണ്. ഓ, അതെന്ത് കട്ടീസ്? വാലന്റൈൻ മന്ത് ആയതുകൊണ്ടാണോ റോസ് കട്ടീസ്? കൊച്ചിനെ ചാന്തുകൊട്ടാണോ വെക്കുന്നത്? ടൂൾസ് ഓരോന്നോരോന്നായിട്ട് ഉള്ളുന്ന പുറത്തേക്ക് വരികയാണ്. എന്റെ അമ്മ ഏറ്റവും ലോക്കൽ ലിപ്സ്റ്റിക്കുകളാണ് ഈ കാണുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ചൊറി വരുവോ ഇതെല്ലാം കഴിഞ്ഞ്? ഇത് നല്ലതാ, ആയുർവേദ ലിപ്സ്റ്റിക്. ജസ്റ്റ് പരസ്യം. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ. മെനിഞ്ഞാന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയ പല്ലാണ്. ഏതോ ബോംബെക്കാരി പെണ്ണുങ്ങളെ പോലെ എന്റെ കൊച്ചിനെ കാണാൻ. എന്താ അങ്ങനെ പറയല്ലേ? അല്ല, കണ്ടിട്ടില്ലേ നോർത്തിലെ പിള്ളേരാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്. പിങ്ക് കളർ, റെഡ് കളർ. ന്യൂഡ് ഷെയ്ഡ് വേണം, അപ്പൊ ഡ്രസ്സിന് മാച്ച് ആയിട്ട് വേണം. ഇച്ചിരി മീശ ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് കുത്തിടാം. എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. എല്ലാവരും അറിയും. ഇതാണ് ബ്ലഷ്. ബ്ലഷ് ഒക്കെ വേണോ? ഒരു വെള്ള, ഇതിന്റെ ഏതെങ്കിലും ഒരു കളർ, ഒരു വെള്ള, ഇതിന്റെ ഏതെങ്കിലും ഒരു കളർ എന്നിട്ട് വെച്ചാലും ആദ്യം ബ്ലഷ് ഇട്, ഫേസ് കഴിയും. പൊട്ടിക്കല്ലേ ഇതെന്ത് ഇങ്ങനെ മെൽറ്റ് ആയിപ്പോ കയ്യിൽ വെച്ചിട്ട് തട്ടാൻ കുറച്ച് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തൊടേ ചെയ്യാവുള്ളൂ. ഇവിടെയാണോ ഈ ബ്ലഷ് ഇടുന്നേ? ഇവിടെയാണോ ബ്ലഷ് ഇടുന്നേ? ചീക്സിലല്ലേ ഇടുന്നേ? അത് കരിപ്പൊട്ടല്ലേ? നീ ഇപ്പൊ കരിപ്പൊട്ട് എടുത്ത സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. അയ്യോ, കണ്ടോ എവിടെ ഇടേണ്ട സാധനം എവിടെ ഇട്ട് കൊടുത്ത നോക്ക്. പറക്കും തളിക. എല്ലാരും ഒന്ന് ചോദിക്കും ആരുടെ മേക്കപ്പ് ആരാ ചെയ്ത്. അപ്പൊ അതെന്ത് പറയും? എടാ അമ്മ തെളിവുണ്ട് നമ്മുടെ പ്രൂഫ്. അപ്പൊ എല്ലാരും ഞെട്ടും. അയ്യോ ഹാലോവീൻ മേക്കപ്പ് ആണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഓ, തലയിലെ സാധനം ടൂളാക്കി ഇപ്പൊ മൊത്തത്തിലായി. മേക്കപ്പ് പോയി. ഭൂമിക്ക് ഭ്രാന്താവുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നിക്കണം നിക്കണമൊക്കെ. ദേവികയുടെ നിപ്പ് നോക്കൂ. സജഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇട്ടുകൊടുത്ത് നോക്കൂ കൊച്ചിന്റെ എവിടെയൊക്കെയാണ്. നമ്മളിപ്പോ മാറ്റും.
നോക്കട്ടെ. ആർക്കെങ്കിലും ബ്രൈഡൽ ബുക്കിംഗ്സ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓക്കെ. എങ്ങനെയുണ്ട്? എന്ത് ഭംഗിയാ നോക്കാരും. ആരുണ്ട് ബിഫോർ എടുത്താ? വാവ്, എന്ത് ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ മായച്ചതാ, വീഡിയോയില് തെളിവുണ്ട് ഗൈസ്. നിങ്ങൾ നല്ല സുന്ദരിയായിട്ടുണ്ടോ? നല്ല ഭംഗിയുണ്ടായിരുന്ന. മിക്സ് വെള്ളം മാത്രം കുത്തിടണോ? മിക്സ് ചെയ്തിട്ടോ? മിക്സ് ചെയ്തിട്ടാ കൊളാവോ? വേണ്ട, വെള്ളം മാത്രം ഇട്ടാ മതി, വെറുതെ പരീക്ഷിക്കണം. ഓൾറെഡി മൊത്തത്തിൽ ഓ ഓ, തല പൊട്ടി. അഞ്ചാമത്തെ കണ്ട ചോട്ടാ മേക്കപ്പ് ആർട്ടിസ്റ്റ് സജഷൻസ് തരുന്നത് കണ്ടോ? അയ്യോ, പാവാട ഉരിപ്പോന്ന്. ഞാൻ കെട്ടില്ല. ഇപ്പൊ നാളെ വീണ്ടും പോകും. ഭൂമി, മേക്കപ്പ് ഇഷ്ടായോ ഇളയമ്മയുടെ? ഇളയമ്മയുടെ അല്ലേ, ഇളയമ്മ ആരുവിന് ചെയ്തു കൊടുത്ത മേക്കപ്പ് ഇഷ്ടായോ? അതെന്താ നീ റിവ്യൂല് വീഡിയോക്ക് എന്നേ പറയുള്ളൂ, നീ നേരത്തെ കൊള്ളൂലെന്നല്ലേ പറഞ്ഞേ? നല്ല മേക്കപ്പ് അല്ലേ? സൂപ്പർ ആണ്. എങ്ങനെയുണ്ട് ഇപ്പൊ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോക്ക് മുന്നേ കൊള്ളൂലെന്ന് പറഞ്ഞിട്ടാ. കൊള്ളൂലല്ലേ ഭൂമി മേക്കപ്പ്? ഇപ്പൊ അങ്ങനെയായാ? ആ ശരി, ഇപ്പൊ നിന്നെ ഇതുപോലെ ഒരിക്കൽ കൊളമാക്കട്ടെ. ഇതും തൊട്ടത്തിയാ? ഇങ്ങനെയൊക്കെ ഇടും താലപ്പൊലി പിള്ളേർ, പറഞ്ഞൂടെ? ഇഷ്ടായോ? ആണോ റെഡി ആവണ്ടേ? പക്ഷെ ഇതൊന്നും ഇടണ്ട. ഈ ഷോളും ഈ ബെൽറ്റും കണ്ടോ, അത് മാത്രം ഇട്ടാ മതി. ഈ ബെൽറ്റും ഈ ഷോളും ഓക്കെ. സരിപോലെ ഇടണം. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോ സമയം കാണൂല എന്നാണ്. ഓക്കെ. അങ്ങനെ ആരുടെ മേക്കപ്പ് കഴിഞ്ഞു. സത്യം പറയാമല്ലോ, ഞാൻ ചെയ്തുകൊണ്ട് പറയില്ല, പ്രതീക്ഷയിലും നന്നായിട്ട് വന്നു. അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ശരിക്കും വിചാരിച്ചല്ല. അങ്ങനെ അടുത്ത ഭൂമിയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫുൾ ഹറിബറിയാണ്. ആരുവിന് പിന്നെ സമയം കിട്ടി. ഭൂമിക്ക് ഞാൻ 5 മിനിറ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ കുഞ്ഞായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഡക്റ്റ്സ് ഒന്നും അങ്ങനെ ഫേസിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുന്ദരി, ഇഷ്ടായോ മേക്കപ്പ്? നമുക്ക് രണ്ടുമൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മളുടെ മേക്കപ്പ്. അങ്ങനെ ഭൂമിയെ റെഡിയാക്കി, ആരുണിയും റെഡിയാക്കി. ഇനി നമ്മളെല്ലാവരും കൂടി വേഗം അമ്പലത്തിലോട്ട് പോവാണ്. ബൈ. ഓക്കെ. അഞ്ച് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. അലമാര പണിയുന്നുണ്ട് ദേവിക്ക് വേണ്ടി, ചെരുപ്പ് വെക്കാൻ. നിനക്ക് സൂര്യചേട്ടന് സെപ്പറേറ്റ് ഓരോന്ന്. ഇഷ്ടപ്പെട്ട്. ഓ, എനിക്ക് വയ്യ. കോംപ്ലിമെന്റ്സ്. ബൈ. ബൈ.
ടൈറ്റാണ്, ക്ഷമിക്കണേ. ഭൂമിയുടെ കാലി കെട്ടിത്തരാം. അഷ്ടമംഗല്യം കൊണ്ടുപോകണം സെൽഫി. മേക്കപ്പ് ഇഷ്ടപ്പെട്ടു? ഒന്നേ ഉള്ളൂ. കാണിക്ക്. പോയാ രണ്ടെണ്ണം തലപ്പലി തലപ്പലി പാല് കിട്ടിയാ? സന്തോഷായോ? Oh no! അങ്ങനെ താലപ്പൊലിയെല്ലാം കഴിഞ്ഞു ശ്വാസം മുട്ടുന്നു എനിക്ക്. എന്റെ താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് ശ്വാസം മുട്ടുന്നു. ആർക്ക് ശ്വാസം മുട്ടുന്ന? ശ്വാസം മുട്ടുന്നു. രണ്ടുപേരെ മേക്കപ്പ് ചെയ്ത് ഞാനും മേക്കപ്പ് ചെയ്ത് ഫൈനലി വീട്ടിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. ബൈ ബൈ.